കേരള സർവകലാശാലയിൽ സംഭവിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ടോപ്പ് ന്യൂസിൽ നിന്ന് അത് തന്നെയാണ് നമ്മൾ ആദ്യമായി ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, ചട്ടങ്ങളും കേരള സർവകലാശാല ആക്ട്, ചട്ടം സ്റ്റാറ്റ്യൂട്ട് മാത്രമല്ല ആക്ട്, നിയമസഭ പാസാക്കിയ ആക്ടും ഒക്കെ സിൻഡിക്കേറ്റിന് നൽകുന്ന അധികാരം, അതുമായി ബന്ധപ്പെടുത്തി ഉള്ള വെല്ലുവിളി പരസ്യമായാണ് മോഹൻ കുന്നുമ്മൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ മുകളിലാണ് VC എന്നാണ് അദ്ദേഹത്തിന്റെ ധാരണ. പക്ഷേ സിൻഡിക്കേറ്റ് ആണ് അതിന്റെ, നമ്മുടെ സാധാരണഗതിയിൽ മന്ത്രിസഭ എന്ന് പറയുന്ന പോലെയാണ് സിൻഡിക്കേറ്റിന്റെ അധികാരം. യൂണിവേഴ്സിറ്റിയുടെ ദൈനംദിന കാര്യങ്ങളും മറ്റു ഭരണപരമായ കാര്യങ്ങളും എല്ലാം നിർവഹിക്കാനുള്ള അധികാരം സിൻഡിക്കേറ്റിനാണ്. സിൻഡിക്കേറ്റിലെ ഒരു അംഗം അല്ലെങ്കിൽ ഫസ്റ്റ് അമംഗ് ഈക്വൽ എന്ന് പറയുന്ന ഒരു പൊസിഷൻ മാത്രമാണ് VC-ക്കുള്ളൂ. ഇന്ന് നമ്മൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സിൻഡിക്കേറ്റിനെ മറികടന്നുകൊണ്ട് ഇപ്പോൾ VC ഇന്നൊരു യോഗം വിളിച്ചിരുന്നു. ആ യോഗത്തിൽ രജിസ്ട്രാറെ പങ്കെടുപ്പിച്ചില്ല. പകരം ആരെയാണ് പങ്കെടുപ്പിച്ചത്? മിനി കാപ്പനെ, അതായത് രജിസ്ട്രാർ ഇൻചാർജ് എന്ന് VC പറയുന്ന അല്ലെങ്കിൽ താൽക്കാലിക VC നിയമിച്ച. അതെ, അവിടെ മറ്റൊരു പ്രശ്നമുണ്ട് അജിംഷാദ്. ഈ KS അനിൽകുമാറിനെ രജിസ്ട്രാറായി ഹൈക്കോടതി അംഗീകരിച്ചതാണ്. അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ റദ്ദാക്കിയ സിൻഡിക്കേറ്റ് നടപടി ഹൈക്കോടതി അംഗീകരിച്ചതാണ്, സിൻഡിക്കേറ്റ് അംഗീകരിച്ചതാണ്. അതായത് ചട്ടപ്രകാരം യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചുള്ള ആധികാരികമായി മാത്രമല്ല, VC-ക്ക് ഒരിക്കലും ഡെപ്യൂട്ടിക്ക് മുകളിലുള്ള ഒരു തസ്തികയെ മാറ്റാനുള്ള അധികാരവും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിൽ കുന്നുമ്മൽ വെല്ലുവിളിക്കുന്നത്? ഈ വെല്ലുവിളിക്കുന്നത് ഏതെങ്കിലും സർക്കാരിനെയോ സംവിധാനത്തെയോ ഒന്നുമല്ല, ഇത് വെല്ലുവിളിക്കുന്ന കോടതി അടക്കമുള്ള നിയമത്തെയാണ് എന്നതാണ് ഏറ്റവും വലിയ. അപ്പോൾ ഉയർന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഇന്നത്തെ യോഗം നിയമപരമായി എത്ര കണ്ട് നിലനിൽക്കും എന്നൊരു പ്രശ്നമുണ്ട്. ഇന്ന് ആ യോഗത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനത്തിന്റെ ഒക്കെ ഒരു സാധുത എന്താണ് എന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഷീജ ഇതൊക്കെ നമ്മളോട് സംസാരിക്കാനായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷീജ, അതായത് മോഹനൻ കുന്നുമ്മൽ ഇന്ന് നടത്തിയ ആക്ഷൻ എന്തൊക്കെയാണ്? അതിലെ ചട്ടവിരുദ്ധത അടക്കമുള്ളവ. മിനി കാപ്പനെയാണ് ക്ഷണിച്ചത് യോഗത്തിലേക്ക്. തീർച്ചയായും അജിംഷാദ്, അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ VC മോഹനൻ കുന്നുമ്മൽ തുടരുന്ന നിയമവിരുദ്ധ നടപടികൾ അത് ഇന്നും വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. അതിൽ ഏറ്റവും ഒടുവിലത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു ഓൺലൈൻ യോഗം ഇന്നിപ്പോൾ VC വിളിച്ചു ചേർത്തു. നമുക്കറിയാം VC സർവകലാശാലയിൽ എത്തിയിട്ട് ഇന്നിപ്പോൾ 17 ദിവസമാകുന്നു. അപ്പോൾ സർവകലാശാലയിൽ എത്തി യോഗങ്ങൾ അദ്ദേഹം ചേരാൻ തയ്യാറാകാത്തൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഓൺലൈൻ യോഗം വിളിച്ചിരിക്കുന്നത്. ഈ ഓൺലൈൻ യോഗത്തിലാകട്ടെ രജിസ്ട്രാറെ ഒഴിവാക്കി, രജിസ്ട്രാർ KS അനിൽകുമാറിനെ ഒഴിവാക്കിയാണ് അദ്ദേഹം ഈ ഒരു ഓൺലൈൻ യോഗം വിളിച്ചത്. രജിസ്ട്രാറുടെ സ്ഥാനത്തേക്ക് ആ യോഗത്തിൽ പങ്കെടുപ്പിച്ചത് ഇൻചാർജ് ആയിട്ടുള്ള മിനി കാപ്പനെയാണ് ഈ യോഗത്തിൽ പങ്കെടുപ്പിച്ചത്. ഏതായാലും ഇതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ സിൻഡിക്കേറ്റിൽ അടക്കം ഉയരുന്നത്. കാരണം ഇത്തരത്തിൽ രജിസ്ട്രാറെ ഒഴിവാക്കിയ ഒരു യോഗം എങ്ങനെയാണ് ഒരു VC-ക്ക് ചേരാൻ സാധിക്കുക എന്നുള്ള കാര്യമാണ്. അതും കേരള സർവകലാശാലയുടെ സെന്റർ ഫോർ ഗ്ലോബൽ അക്കാദമിയുടെ യോഗം, അതാണ് ഇന്നിപ്പോൾ ഓൺലൈനായി ചേർന്നിരിക്കുന്നത്. സംസാരിച്ചുകൊണ്ടിരുന്ന ആ രീതിയിൽ ഔദ്യോഗികമായ രജിസ്ട്രാർ നിൽക്കുമ്പോൾ അദ്ദേഹത്തെ മറികടന്നുകൊണ്ട് അദ്ദേഹത്തെ പങ്കെടുപ്പിക്കാതെ സിൻഡിക്കേറ്റിനെ മറികടന്നു യോഗം വിളിക്കാൻ എന്താണ് VC-ക്ക് അധികാരം? അതുകൊണ്ട് തന്നെ ആ യോഗത്തിലെടുത്ത തീരുമാനങ്ങൾക്ക് നിയമപരമായ സാധുത എത്രത്തോളമാണ് എന്നൊരു വിഷയം ഇവിടെ ഉയർന്നു വരുന്നില്ലേ? തീർച്ചയായും അത് വലിയ തോതിൽ തന്നെ ഉയർന്നു വരുന്നൊരു ചോദ്യം തന്നെയാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങൾ, ഇത്തരത്തിൽ രജിസ്ട്രാറെ ഒഴിവാക്കി ചേരുന്ന യോഗങ്ങളുടെ തീരുമാനങ്ങൾക്ക് എത്ര കണ്ട് അതിന് നിയമസാധുതയുണ്ട് എന്നുള്ളത് വലിയൊരു ചോദ്യമായി ഉയരുന്നു. പ്രത്യേകിച്ചും വിദ്യാർത്ഥികളുമായി ബന്ധപ്പെടുന്ന ഫയലുകളുടെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അത് വിദ്യാർത്ഥികളുടെ ഭാവിയെ കൂടി ബാധിക്കുന്ന ഒന്നായി മാറും എന്നുള്ളത് തന്നെയാണ് സിൻഡിക്കേറ്റും പറയുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ നടപടികൾ അത് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ VC-ക്ക് സാധിക്കുകയില്ല. നിയമപരമായ രീതിയിൽ വേണമെങ്കിൽ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകേണ്ടി വരും എന്നുള്ളൊരു കാര്യം കൂടിയാണ് സിൻഡിക്കേറ്റ് ഓർമ്മിപ്പിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തര സിൻഡിക്കേറ്റ് വിളിച്ച് ഈ വിഷയം ഒന്ന് ചർച്ച ചെയ്യണം എന്നൊരു ആവശ്യം നിരവധി തവണയായി VC-ക്ക് മുന്നിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വെക്കുന്നു. പക്ഷേ അവരുടെ ആവശ്യവും അതും തള്ളി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് VC ഇപ്പോൾ നിലവിൽ സർവകലാശാലയിൽ സ്വീകരിക്കുന്നത്. ശരി ഷീജ ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ ഇതിലേക്കൊക്കെ നയിക്കപ്പെട്ട കാര്യം എന്താണ്? മനു ഓർമ്മയില്ലേ? ഓർമ്മശക്തിയെ പരിഹസിക്കാതെ നമുക്ക് അതാലോചിച്ചല്ല. അതായത് ചട്ടവിരുദ്ധ പ്രകാരം സെനറ്റ് ഹാളിൽ RSS ബിംബം പ്രതിഷ്ഠിച്ചതിൽ കൃത്യമായ നടപടി സ്വീകരിക്കുകയായിരുന്നു രജിസ്ട്രാർ ചെയ്തത്. അതിലുള്ള വൈരാഗ്യമാണ് അദ്ദേഹത്തെ ചട്ടവിരുദ്ധമായി മാറ്റുന്നത്. ചട്ടവിരുദ്ധത്തിന്റെ ഒരു പെരുമഴ തന്നെയാണ് അതിൽ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ഇന്നലെ നിങ്ങളുടെ നാട്ടിൽ കൊല്ലത്ത് വെച്ച് പ്രതിപക്ഷ നേതാവിനോട് ഈ വിഷയം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഏതോ ഒരു ബാക്ക് ഡ്രോപ്പ് ഒരു ഹാളിൽ വെച്ചതിന്റെ പേരിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം. ഏത് ബാക്ക് ഡ്രോപ്പ് ആണ് അജിംഷാ? അത് RSS ചിഹ്നമല്ലേ? അതെങ്ങനെയാണ് ഏതോ ഒരു ബാക്ക് ഡ്രോപ്പായി പ്രതിപക്ഷ നേതാവിന് മാറുന്നത്? അത് മാത്രമല്ല, അതേ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളിലും കോൺഗ്രസ് അനുകൂല സംഘടനകൾ, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളായാലും ഒക്കെ സംസ്ഥാന സർക്കാരിനെതിരായി
നടത്തുന്ന സമരത്തിൻ്റെ 1000-ലൊരു അംശം ഒരു വിഷയങ്ങളിലും ആവേശം സംഘപരിവാർ വൽക്കരണത്തെ, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംഘപരിവാർ വൽക്കരിക്കുന്നതിനെതിരായുള്ള ഒരു നീക്കത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. വി.ഡി. സതീശനാണ് അതിന് നേതൃത്വം നൽകുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇപ്പോൾ മനു സൂചിപ്പിച്ച കാര്യം. ഏതായാലും എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അതിലധികം പറയാതിരിക്കുന്നത്, ഇനി പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ചിത്രം വീണ്ടും പൊങ്ങി വരും. ഏത് ഈ വർക്കർക്ക് മുന്നിൽ വിളക്ക് കത്തിക്കുന്ന ചിത്രം വീണ്ടും പൊങ്ങി വരും. SFI ശിവപ്രസാദ് ഒക്കെ എടുത്ത് കാട്ടിയിട്ടാണ്, ആ ചിത്രം എടുത്ത് കാട്ടിയിട്ടാണ് അവര് മാധ്യമങ്ങളോടും ജനങ്ങളോടും നമ്മൾ അതിന്റെ ഒരു ചരിത്രം പറഞ്ഞു എന്ന് മാത്രം